ഈ അഡ്വക്കേറ്റ്സ് ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഭയപ്പെട്ടിരിക്കാം. നമുക്ക് ഒരാൾ കുറ്റം പറയല്ല, വളരെ നല്ല അഡ്വക്കേറ്റാണ്, ഭയങ്കര പ്രാവീണ്യം പ്രാഗൽഭ്യനാണ്. പക്ഷേ നമ്മളെ ചില നിലപാടിനോട് നമുക്ക് ഒരിക്കലും ഇപ്പോൾ അഡ്വക്കേറ്റിനെ മാറ്റാം, അഡ്വക്കേറ്റിനെ മാറ്റുന്ന പോസിബിളുള്ള കാര്യമാണ്. പക്ഷേ ഈ വിധി പറഞ്ഞ കേസുകളൊക്കെ അഡ്വക്കേറ്റിനെ മാറ്റുമ്പോൾ ഇത്രയും നേരം ഈ ബാക്കി വിധികൾ, ഇപ്പം ഇത്രയും വലിയ വിധിയിൽ നമുക്ക് വിഷയമല്ല, അതിലിടയിൽ നമ്മൾ പറഞ്ഞ കാര്യം കോടതി വരെ പറയുന്നത് ഈ 5ഉം 6ഉം കക്ഷികൾ സമ്മതത്തോടെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് കക്ഷികൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ മെറിറ്റിലോട്ട് കടക്കുന്നില്ല. കോടതി പറഞ്ഞു, കോടതി കടക്കണമെന്നുണ്ട്, നമ്മൾ പറയാതെ കടക്കില്ലല്ലോ, നമ്മളാണല്ലോ ആവശ്യക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ വേറൊരു വക്കീലിന് കൊടുക്കുമ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ വിധിക്ക് മൊത്തം പുനർനിർണ്ണയമായിരിക്കും. അപ്പോൾ നമ്മളെ ബാക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർ എല്ലാവരും ഒരുപാട് കഷ്ടതയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ വിധികൾ, കോടതി വ്യവഹാര സഭകൾ, ഇതെല്ലാം ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയൊരു റിവ്യൂ പെറ്റീഷൻ വെച്ചാൽ അത് ഇനിയും ഒരുപാട് കാലം ഇതിൻ്റെ ബാക്കിൽ പോകേണ്ടി വരുമെന്നും മറ്റേ മൊത്തം വിധിയെ അത് ബാധിക്കുമെന്നും എല്ലാം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടില്ല.